ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രസകരമായ ചോദ്യങ്ങളാണ് ചിലർ ചോദിച്ചിരിക്കുന്നത്. താങ്കളൊക്കെ മുമ്പ് 7 വർഷം മുമ്പ് നടന്ന നടീപീഡന കേസിൻ്റെ രാവും പകലും ഉറക്കമിഴച്ചിരുന്നു കൊണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പറയാറുണ്ടായിരുന്നു. ഇപ്പം എന്താ, അത് മറന്നു പോയിട്ടാണോ ഭയന്നിരുന്നിട്ടാണോ? ഇപ്പോൾ പൾസർ സുനി സുപ്രീം കോടതി വരെ പോയിട്ട് പോലും അതിൻ്റെ വാർത്തകളൊന്നും നിങ്ങൾ പറയാറില്ല. എന്നാൽ ഇത്രയും വലിയ നിങ്ങൾ ദിലീപിനൊക്കെ ആക്രമിച്ച് നടന്നിട്ട് ഇപ്പം എന്താ ആ പക്ഷം ചേർന്നോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ഞങ്ങളുടെ സുഹൃത്തുക്കളെ, ഞങ്ങൾക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഞങ്ങളിപ്പോഴും സത്യത്തിൻ്റെ പുറകെ തന്നെയാണ്. അവിടെ പ്രത്യേകിച്ച് ആരോടും സ്നേഹമോ വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല. അന്ന് കിട്ടിയ രേഖകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്ന് പറഞ്ഞത്. പിന്നെ 7 വർഷമായി ഇതിൻ്റെ വിചാരണയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണത്. പിന്നെ സുപ്രീം കോടതിയുടെ കാര്യമെന്ന് പറഞ്ഞാൽ പൾസർ സുനി ഈ കേസിലെ 1-ാം പ്രതിയാണെന്ന് ആലോചിക്കണം. 1-ാം പ്രതിക്ക് മാത്രമാണ്, പൾസർ സുനിക്ക് മാത്രമാണ് ഇതുവരെ ജാമ്യം കിട്ടാത്തത് എന്നുള്ള കാര്യം നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും അറിയാം. കാരണം ബാക്കി എല്ലാവരും 7 വർഷം മുമ്പ് തന്നെ ഇതിൽ 8-ാം പ്രതിയായ ദിലീപ് അടക്കമുള്ളവരെല്ലാം പുറത്താണെന്ന് ആലോചിക്കാം. സുഖകരമായി അവർ ജീവിതം നയിക്കുന്നവരാണ്. അത് സത്യം തന്നെയാണ്. അന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പൾസർ സുനിക്ക് ജാമ്യം കിട്ടാത്തത്. ജാമ്യം കിട്ടാതിരിക്കാൻ കാരണം പലരും പലതും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയാൻ കാരണം അത്രമാത്രം നിയമങ്ങൾ ഈ പറയുന്ന ഞങ്ങൾക്കെതിരാണെന്ന് ആലോചിക്കണം. അപ്പോൾ നമുക്ക് സ്ത്രീകളെക്കുറിച്ച് സത്യം പറയാൻ പാടില്ല, കോടതിയെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. അങ്ങനെ കർശനമാക്കി, അതായത് നമ്മളെ കഴുത്തിന് പിടിച്ചിരിക്കുന്നു പറഞ്ഞ പോലെ എന്ന പോലെ കഴുത്തിന് പിടിച്ചിരിക്കുന്നു. കഴുത്തിൻ്റെ ഒരു പിടി വിട്ടാലല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ പൾസർ സുനി ചെയ്തത് ശരിയാണെന്നോ ദിലീപ് ചെയ്തത് തെറ്റാണെന്നോ മറ്റുള്ള ചെയ്തത് തെറ്റാണെന്നോ ഈ ശരി തെറ്റുകളെക്കുറിച്ച് നമ്മളല്ല ഇനി പറയുന്നത്. ശരി തെറ്റുകളെക്കുറിച്ച് പറയാനുള്ള ഒരേ ഒരു അവകാശം കോടതികൾക്ക് മാത്രമാണെന്ന് ആലോചിക്കണം. അപ്പോൾ കേരളത്തിലെ കോടതി, ഹൈക്കോടതി പോലും പലപ്പോഴും ഈ പൾസർ സുനിക്ക് വേണ്ടി ജാമ്യാപേക്ഷമായി ചെന്നെങ്കിലും അത് ജാമ്യം കൊടുക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞ് തള്ളുകളുണ്ടായി. മാത്രമല്ല, ഇത് എപ്പോഴും ചെന്നുകൊണ്ട് 25,000 രൂപ പിഴ അടയ്ക്കാനാണ് ഹൈക്കോടതി പറഞ്ഞതെന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയി പൾസർ സുനിയുടെ അഭിഭാഷകർ നിർത്തിയ കാര്യമാണ് ഈ ഒരേപോലെ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരിൽ ഈ പൾസർ സുനി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും, അതായത് 7 വർഷം മുമ്പ് ദിലീപിനാണ് ആദ്യം ജാമ്യം കിട്ടിയെന്ന് ആലോചിക്കണം. ഇതുവരെ ജാമ്യം റദ്ദാക്കാതെ 7 വർഷമായി ദിലീപിൻ്റെ സ്വതന്ത്രമായ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പൾസർ സുനിക്ക് ഒരു പ്രാവശ്യം പോലും ജാമ്യം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇത് എന്ത് തരത്തിലുള്ള നീതിയാണ് എന്ന് സുപ്രീം കോടതിയിൽ പൾസർ സുനിയുടെ അഭിഭാഷകർ ചോദിച്ചു. അതിൻ്റെ പേരിൽ സെപ്റ്റംബറിൽ ഇത് പരിഗണയ്ക്ക് എടുക്കാമെന്നും ജാമ്യത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞെങ്കിലും അഭിഭാഷകൻ വീണ്ടും ചോദിച്ചത് പല കാര്യങ്ങളും നിരത്തിക്കൊണ്ട് ചോദിക്കുകയുണ്ടായി. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാം, ഓഗസ്റ്റ് 27 നമുക്കിതിന് കേസ് പരിഗണിക്കാം. അതിനു മുമ്പ് ഹൈക്കോടതിയിൽ 25,000 രൂപ പിഴ അടയ്ക്കാൻ പറഞ്ഞ ആ പിഴ നമുക്ക് റദ്ദ് ചെയ്യാം. അങ്ങനെ 25,000 രൂപ ഹൈക്കോടതിയിൽ അടയ്ക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഇത് റദ്ദ് ചെയ്യുകയുണ്ടായി. റദ്ദ് ചെയ്തപ്പോൾ തന്നെ ഓഗസ്റ്റ് 27 സുപ്രീം കോടതി പൾസർ സുനിയുടെ കേസ് പരിഗണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനു മുമ്പ് തന്നെ സംസ്ഥാനത്തോട് തന്നെ ഇതിന് ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുകയാണ്, ഇതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. പൾസർ സുനിക്ക് ജാമ്യം കൊടുക്കേണ്ട കാര്യത്തിൽ ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കണം. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 27 ഈ കേസ് പരിഗണിക്കുമ്പോൾ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം അന്നുണ്ടായിരിക്കും. ഇപ്പോഴത്തെ രീതി അനുസരിച്ചുകൊണ്ട്, അതായത് സ്റ്റേറ്റ് എങ്ങനെ പറയുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സ്റ്റേറ്റ് പൾസർ സുനിക്ക് അനുകൂലമായി പറഞ്ഞില്ലെങ്കിൽ ഇത് ജാമ്യം കിട്ടാതിരിക്കാനാണ് സാധ്യത എന്നാണ് നിയമ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ
സുപ്രീം കോടതിയുടെ വെർഷനിൽ അങ്ങനെ അങ്ങനെ രണ്ട് വിഭാഗം നിയമമാറ്റിയാണ് പറയുന്നത്. ഒരു വിഭാഗം നിയമത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 7 വർഷമായി ഈ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് കുറ്റം ചെയ്തതോ ചെയ്തായിരിക്കുകയോ ആയിക്കോട്ടെ, മറ്റു പ്രതികൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും ജാമ്യം കൊടുക്കാതിരിക്കുന്നതിൻ്റെ വശങ്ങളും അവർ പറയുന്നുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ സുപ്രീം കോടതി എടുക്കുന്ന അവസാനത്തെ തീരുമാനം എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം നിയമജ്ഞരുണ്ട് ഇവിടെ. നമ്മൾ നിയമം പഠിച്ചതൊരു പുസ്തകത്തിലാണെങ്കിൽ പോലും നിയമം കൈകാര്യം ചെയ്യുന്ന വക്കീൽമാർ പല രീതിയിലാണെന്ന് ആലോചിക്കണം. നമ്മളിവിടെ അവസാനത്തെ അത്താണിയാണ് സുപ്രീം കോടതി എന്ന് ആലോചിക്കണം. അവിടെ എടുക്കുന്ന തീരുമാനം എന്തായാലും അതാണ് ശരി എന്നുള്ളതാണ്. ഇവിടെ ശിക്ഷിക്കപ്പെട്ടവർ പോലും അവിടെ പോയി, പല കേസ് ശിക്ഷിക്കപ്പെട്ടവർ പോലും അവിടെ പോയി ജാമ്യം കിട്ടുകയോ കേസ് വിട്ടോ ചെയ്യുകയോ വെറുതെ വിടുകയോ ഒക്കെ ചെയ്യുക കാര്യം നമുക്കറിയാം. അപ്പോൾ അവിടെയാണ് തൻ്റെ അവസാനത്തെ അത്താണി. ആ അത്താണിയിൽ തന്നെയാണ് പൾസർ സുനി ചെന്നിരിക്കുന്നത് ആലോചിക്കണം. അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഞങ്ങൾക്ക് പല നിയമജ്ഞന്മാരുമായി ആലോചിച്ച് ചർച്ച അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ പൾസർ സുനിക്ക് ജാമ്യം കിട്ടാൻ സാധ്യത ഏറെയാണ്. കാരണം എന്തുകൊണ്ടാണ് അയാൾ ഇപ്പോൾ ഇത്രയും വർഷം അവിടെ ഇടാൻ കാരണമുള്ളത്? അയാൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് വേറൊന്നും സംഭവിക്കാൻ സാധ്യമൊന്നുമില്ല. അപ്പോൾ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു, എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ജാമ്യം കൊടുത്തുകൊണ്ട് അയാൾ വേറെ വല്ല കുറ്റങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ വക്കീൽമാരും ഉണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് തരത്തിൽ വക്കീൽമാർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഇത് സുപ്രീം കോടതിയുടെ കോർട്ടിലാണ് വന്നുപെട്ടിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു സംശയമുള്ളത് സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് എന്നുള്ളതാണ്. ആ നിലപാട് പൾസർ സുനിക്ക് എതിരായി വന്നാൽ അവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. എതിരായി വന്നാൽ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ ഇത്തിരി സംശയമുണ്ട് എന്ന് പറയുമ്പോഴും ജാമ്യം കൊടുക്കരുത് എന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ജാമ്യം കൊടുക്കുന്നതുകൊണ്ടും വിരോധമില്ല. അത് സുപ്രീം കോടതിയുടെ കോർട്ടിലുള്ള കാര്യമാണ് എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പരിശോധിച്ച സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം കൊടുക്കാനാണ് സാധ്യത എന്ന് ഉയർന്ന നിലവാരത്തിലുള്ള വക്കീൽമാർ ഒരാൾ മാത്രമല്ല, ചിലർ വക്കീൽമാരുടെ കൂട്ടിൽ നിന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പൾസർ സുനിക്ക് ഓഗസ്റ്റ് 27 ചേരുന്ന സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനാണ് സാധ്യത എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മളും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. 7 വർഷമായില്ലേ, ജാമ്യം കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പം?